റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഇഡി ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസ് കേസിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡി ഡയറക്ടർ കൊച്ചി സോണൽ ഓഫീസിനോട് റിപ്പോർട്ട് തേടി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ ആരോപണം പരിശോധിക്കും. അതേസമയം കൂടുതൽ പേർ തട്ടിപ്പിനിരയായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 3 പേർ കൂടി വിജിലൻസിന് വിവരം കൈമാറിയിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥനും ഇടനിലക്കാർക്കും ഇടയിലെ പ്രധാന കണ്ണി രഞ്ജിത്ത് എന്നാണ് നിഗമനം. അഴിമതി പണം എത്തിയത് മുംബൈയിലെ വ്യാപാര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ്. SS ശരണും സജോ ദേവസിയും നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഗൈസ്. നമുക്ക് ആദ്യം ശരണിലേക്ക് പോകാം. ശരൺ, ഗുഡ് മോർണിംഗ്. ഇത് ചെറിയ കേസല്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇഡിയുടെ അകത്ത് തന്നെ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ടോ? കാരണം ഉള്ളിൽ നിന്ന് തന്നെ ഈ രീതിയിലൊക്കെയുള്ള തട്ടിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അത് ആ ഒരു ഏജൻസിയെ തന്നെ പൂർണ്ണമായും അതിന്റെ ഒരു ശോഭ കെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞില്ലേ? സുജയ, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് തീർച്ചയായിട്ടും ഇഡിയെ പ്രതിസന്ധിയിലാക്കുന്നത്. അതായത് ഇപ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവ സ്വഭാവത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണുന്നത്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രതികരണം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. അതിലാണ് ഇപ്പോൾ അവർ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നുള്ള വിവരം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അതായത് ഈ കൊച്ചി സോണൽ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് പ്രതി ചേർത്ത സാഹചര്യം മാത്രമല്ല, മറിച്ച് ഈ കൊച്ചി സോണൽ ഓഫീസിനെ ആകെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന കൂടുതൽ പരാതികൾ കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായി ഇന്നലെയാണ് ഇഡി ഡയറക്ടർ കൊച്ചി സോണൽ ഓഫീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വൈകാതെ തന്നെ കൈമാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 തരത്തിലുള്ള പരിശോധനകളാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഒന്ന്, ഈ ശേഖർ കുമാറിന് എതിരായിട്ടുള്ള ആരോപണമാണ്. പ്രധാനമായും നേരത്തെ പിടിയിലായ പ്രതികൾ തന്നെ, വിജിലൻസിന്റെ കേസിൽ പിടിയിലായ പ്രതികൾ തന്നെ ശേഖർ കുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ശേഖർ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് 2 കോടി രൂപ പരാതിക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ളതാണ് മൊഴി. അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി തന്നെ ഇഡി കാണുന്നുണ്ട്. അപ്പോൾ ശേഖർ കുമാറിന് ഇതിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതിന് പുറമെ തന്നെയാണ് സമൻസ്. നമുക്കറിയാം, സാധാരണഗതിയിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാറുള്ളതാണ്. ഇഡി ഒരു കേസിൽ പ്രതികൾക്ക് സമൻസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ അങ്ങനെ പെട്ടെന്ന് പുറത്തു വരാറില്ല. ഇഡി വിചാരിക്കുമ്പോൾ മാത്രമാണ്. പ്രമാദമായ കേസുകളടക്കം നമ്മൾ കണ്ടിരുന്നിക്കുക അങ്ങനെയാണ്. ഇഡി ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാത്രം ആ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടും. അതിനപ്പുറം ഇങ്ങനെയുള്ള ചെറിയ കേസുകളിലുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരാറില്ല. പക്ഷേ ആ സമൻസ് വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതെങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യത്തിലും വിശദമായ അന്വേഷണം തന്നെ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നത് തന്നെ ഈ കശുവണ്ടി സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആദ്യ സമൻസ് നൽകിക്കൊണ്ട് കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അതായത് കത്തായിട്ടാണല്ലോ ഈ സമൻസ് പോകുന്നത്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഈ കത്തായി സമൻസ് അയക്കുന്നതിന് പകരം വിളിച്ചു വരുത്തി നേരിട്ട് കയ്യിൽ കൊടുക്കുന്നതൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കത്ത് ആയിട്ടാണ്. സാധാരണഗതിയിൽ കേസുകളിലെല്ലാം തന്നെ കത്തായിട്ടാണ് ഈ സമൻസ് അയക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് ഇമെയിൽ മുഖേനയാണ് നൽകിയെന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ പരാതിക്കാരൻ നൽകിയ കാര്യം തന്നെ. അതായത് ആദ്യ സമൻസ് നൽകി ചോദ്യം ചെയ്യലിന് ശേഷമാണ് തട്ടിപ്പുകാർ തന്നെ സമീപിക്കുന്നതെന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. അപ്പോൾ ഈ തട്ടിപ്പുകാർ തന്നെ പറഞ്ഞിരുന്നത് ഇഡി ഉദ്യോഗസ്ഥരുമായി വളരെ അടുത്ത ബന്ധമാണ് തങ്ങൾക്ക് ഉള്ളതെന്നുള്ളതാണ്. ഇത് തെളിയിക്കാനായിട്ട് ഒരു സമൻസ് കൂടി വേണമെങ്കിൽ അയച്ച് കാണിക്കാമെന്നുള്ളത് പറഞ്ഞിരുന്നു. അത് പ്രകാരം വീണ്ടും ഒരു സമൻസ് കൂടി ഇഡി ഉദ്യോഗസ്ഥർ ഈ പരാതിക്കാരന് നൽകുകയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ബാന്ധവുമുണ്ട്. അതായത് ഈ തട്ടിപ്പുകാരും ഇഡി ഉദ്യോഗസ്ഥരുമായിട്ട് അത്തരത്തിലൊരു ബന്ധമുണ്ട് എന്നുള്ളത് അറിയേണ്ടതുണ്ട്.